പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. കൊടുന്തറ സ്വദേശിയായ 7 വയസ്സുകാരന് കൃത്യമായ ചികിത്സ ലഭിച്ചില്ല എന്നാണ് പരാതി. സൈക്കിളിൽ നിന്ന് വീണ് പരുക്കേറ്റ കുട്ടിയുടെ മുറിവുള്ള കൈയിൽ പ്ലാസ്റ്റർ ഇട്ടു. കൈ പഴുത്ത സ്ഥിതി വഷളായതോടെ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. കൈപ്പത്തിയുടെ ഉൾവശം മുഴുവനും പഴുത്ത കുട്ടി ഇപ്പോൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ശ്രീരാജ് ബാബു നൽകും. ആദ്യം ആ വാക്കുകളിലേക്ക്. നമ്മളെ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ കൈക്ക് ചതവായിട്ടാണ് നമ്മൾ അവിടെ ചെന്നത്. നമുക്കത് അറിയത്തില്ല. അവിടെ ചെന്ന് ഡോക്ടറിൻ്റെ അമ്മ കാഷ്വാലിറ്റി ചെന്ന് OP ടിക്കറ്റ് എടുത്ത് കാര്യങ്ങൾ നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കൈക്ക് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. നമ്മുടെ എക്സ്റേ എടുത്തുകൊണ്ട് തെളിവ് കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ ആ ആള് ഓർത്തോടെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറെ വിളിച്ച് കാണിച്ച് വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞു കൈക്ക് പൊട്ടലുണ്ട്, അതുകൊണ്ട് പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. ആ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ചൊവ്വാഴ്ച കൊണ്ടുവന്ന് ഓർത്തോ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. നമ്മളത് ഓർത്തോ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ ഡോക്ടർ അത് നോക്കിയിട്ട് പറഞ്ഞു കുഞ്ഞല്ലേ, അസ്ഥികരിച്ച വലിയ ഇതൊന്നുമില്ല, അത് കിടക്കട്ടെ, നമുക്ക് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റാം എന്ന് പറഞ്ഞു. നമ്മളത് കേട്ട് തിരിച്ചിഞ്ഞു പോന്നു. പിറ്റേ ആ ചൊവ്വാഴ്ച എടുക്കാറായപ്പോഴത്തേക്ക് അന്ന് ആ തിങ്കളാഴ്ച ആയപ്പോൾ കൈക്ക് നല്ല വേദനയായി, നീരുമായി, പഴുപ്പായി. അത് നമ്മൾ വീണ്ടും അവിടെ ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ അവര് ഉടനെ കോട്ടയത്തേക്കാണെങ്കിൽ നമുക്ക് എഴുതി തന്നെ, നിങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോയി, ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ കുട്ടിയുടെ അച്ഛനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഇപ്പോൾ ശ്രീരാജ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീരാജ്, ഇതിപ്പോൾ കൊച്ചുകുട്ടിയാണ്, അപ്പോൾ തന്നെ കൂടുതൽ സങ്കടകരമാണ് കാര്യങ്ങൾ. ഇതിലൊരു വീഴ്ച സംഭവിച്ചു, പിഴവ് സംഭവിച്ചു എന്ന തരത്തിൽ തന്നെ ആശുപത്രി അധികൃതരും പ്രതികരിക്കുന്നുണ്ടോ? എന്താണ് അവരുടെ നിലപാട് ഇക്കാര്യത്തിൽ? ഹർഷൻ, 2 ആഴ്ച മുൻപാണ് ഈ കുട്ടി സൈക്കിളിൽ നിന്നും വീണ് പരിക്കു പറ്റി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അവിടെ എത്തിച്ച ശേഷം കൈയുടെ എക്സ്റേ എടുക്കുകയും പൊട്ടലുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്ലാസ്റ്റർ ഇടുകയും ചെയ്തു. ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ആശുപത്രിയിൽ വീണ്ടും എത്തണമെന്ന നിർദ്ദേശം നൽകി വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. എന്നാൽ കുട്ടിക്ക് അസഹ്യമായ വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. എന്നാൽ ആ ഘട്ടത്തിൽ അവിടെ ചികിത്സിക്കാൻ കഴിയില്ല എന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നുമാണ് പറഞ്ഞത്. പക്ഷേ എന്താണ് പ്രശ്നമെന്നോ കൈക്ക് എന്താണ് സംഭവിച്ചതെന്നോ ഒന്നും തന്നെ ഈ മാതാപിതാക്കളോട് ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നില്ല. എന്ന് മാത്രവുമല്ല, ഈ പ്ലാസ്റ്റർ അഴിച്ചു കാണിക്കണം, അകത്ത് പഴുപ്പുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കണമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞുവെങ്കിലും ആശുപത്രി അധികൃതർ അതിനും തയ്യാറായില്ല. പിന്നീട് മറ്റൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശത്തെയും നിർബന്ധത്തെയും തുടർന്നാണ് ഒടുവിൽ ആശുപത്രിയിൽ വെച്ച് പ്ലാസ്റ്റർ അഴിക്കുകയും കൈ ആകമാനം പഴുത്ത നിലയിലാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. ഉടൻ തന്നെ ഇവർ മറ്റൊരു തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് ആ സ്വകാര്യ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ പഴുപ്പ് നീക്കം ചെയ്യുകയും കൂടുതൽ ചികിത്സ നൽകുകയും ചെയ്തത്. ഇതിൽ കുടുംബം ആരോപിക്കുന്നത് ഇത്തരത്തിൽ മതിയായ ചികിത്സ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും ലഭിച്ചില്ല എന്നാണ്. എന്നാൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വിശദീകരണം പൊട്ടലുള്ളത് കൊണ്ടാണ് പ്ലാസ്റ്റർ ഇട്ടത്, പക്ഷേ പിന്നീട് വീട്ടിൽ പോയതിനു ശേഷം ഉണ്ടായ അണുബാധയാകാം ഇത്തരത്തിൽ പഴുപ്പ് ഉണ്ടാകാൻ, കയ്യിൽ പഴുപ്പുണ്ടാകാൻ കാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വിശദീകരണം. എന്തായാലും കുടുംബം ആരോപിക്കുന്നത് തങ്ങൾക്ക് മതിയായ ചികിത്സ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് ലഭിച്ചില്ല എന്നും അതിനാൽ തന്നെ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും കുടുംബം പറയുന്നു. ഹർഷൻ, ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത്. പരാതിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്.